ഹസ്ബൻഡ് പോകാൻ ഇറങ്ങിയപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കുക പോകാൻ വേണ്ടിയിട്ട്. ഇറങ്ങി പോകുന്നു. വരുന്നവരെ ഇവിടെ ഇരിക്കാൻ പോവാണോ കുഞ്ഞാ? ബാ നമുക്ക് അകത്ത് പോവാം. ബാ, അമ്മ പോയി, പറമ്പിലേക്ക് പോയി. കുഞ്ഞിങ്ങ് പോരെ. ബാ, ബായോ, കേറി വാ. വരുന്നുണ്ടോ? പിണങ്ങിയിരിക്കുവാണോ? നോക്കാവോ ഒന്ന്? ഹലോ ഹലോ, വാ, കേറി വാ. ബാ, അമ്മയുടെ കൈ പിടിച്ച് ചായ കുടിച്ചാ. ബാ ബാ ബാ. എന്നിട്ട് വാച്ചാച്ചി ഇപ്പം വരില്ല, ഇനി ഉച്ചയാകുമ്പോൾ അച്ചാച്ചി വരുള്ളൂ. അപ്പം നമുക്ക് പോവാം. താറാവോ? ആ, താറാവ് അവിടെ ഉണ്ട്. ദേ എൻ്റെ കുഞ്ഞിൻ്റെ താറാവ് അവിടെ കിടക്കുന്നു, കണ്ടോ? മഞ്ഞ താറാവ്. ഇന്ന് ഭയങ്കര കളിയാണ്. ഇപ്പം സമയം 2 മണിയായി. സാധാരണ ഞാൻ കൊച്ചിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണി 3 മണി വരെയൊക്കെ, 3 മണി ചിലപ്പോൾ 3:30 വരെയൊക്കെ അവൾ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ ഉറക്കില്ല, കാരണം ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞു, പുറത്ത് പോകാമെന്ന് പറഞ്ഞു. കുറച്ച് ഗോൾഡ് എടുക്കാനാണ്. പക്ഷേ ഉള്ള കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു, അത് അരഞ്ഞാണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ചെറുതായിപ്പോയി. അതായത് അത് ചെറുതായതല്ല, ഇവിടെ വലുതായപ്പോൾ അത് ഇപ്പോൾ പാകമാവുന്നില്ല. അപ്പം അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു 1 മണിയായപ്പോൾ പറഞ്ഞതായിപ്പോൾ വരുമെന്ന്. പക്ഷേ ഇപ്പോൾ 2 മണിയായിട്ടും ആളെ കണ്ടില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പോവാമെന്ന് വിചാരിച്ചു. ആയിട്ട് റെഡി ആക്കി നിർത്തിയതാണ്. നോക്ക്, ആ ഉടുപ്പ് ഫുള്ള് ലാക്ടോ കലാമിനെ എവിടുന്നോ എടുത്തിട്ട് കാണിച്ചോട്ടെ, കണ്ടു, ഉടുപ്പ് ഫുള്ള് ലാക്ടോ കലാമിലാക്കി വെച്ചിരിക്കുക. ഇനി ഇത് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഡ്രസ്സ് ഇടണം. ആരെ കുർത്തക്കേട് കാണിച്ചേ? കുഞ്ഞാണ് കുർത്തക്കേട് കാണിച്ചേ. കേറണ്ട, ബെഡിലൊക്കെ പറ്റുഞ്ഞത്. മമ്മ മാറ്റാം, വേറെ ഡ്രസ്സ് ഇടിപ്പിക്കാം. എല്ലാം പോവാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടിയും കൂടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് വളർന്ന മുടി. അപ്പം അകത്ത് കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഹസ്ബൻഡ് സമ്മതിക്കുമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് എടുത്തത്. അപ്പോഴത്തേക്ക് ഇതാ അമ്മ അവിടെ ഒരു ഗ്രൈൻഡർ കണ്ടു. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ പോവാ. കുട്ടിയുടെ ചിരിക്കുവാ, അവൾക്ക് ചിരിയാ വരുന്നത്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാ ഐറ്റംസിനും ഓൾമോസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കി ഗ്രൈൻഡർ ഞാൻ കാണിച്ചു തരാം. നമ്മളെ കല്യാണത്തിന് എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ പാത്രങ്ങൾ. ഇതിൻ്റെയൊക്കെ റേറ്റ് നോക്കട്ടെ, ഇതിനകത്തുണ്ടോ റേറ്റ്? 3082 രൂപ കേട്ടോ. ഈ ഒരു ഗോൾഡ് വയ്ക്കാനുള്ള സാധനം ഇതെനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഹസ്ബൻഡ് വാങ്ങി തരില്ല, എനിക്കറിയാം. ഇതിൻ്റെ പ്രൈസ് എത്രയാണോ അറിയില്ല. ഇത് കുറേ രൂപങ്ങളൊക്കെ, സ്റ്റാച്യൂസൊക്കെ ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള കൂടുതലും ഒക്കെ.
പിന്നെ കപ്പ് സോസർ ഇതുണ്ടോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ദൈവമേ. ഇതൊക്കെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാ കപ്പ്. വെയിറ്റ് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ ഇതിനൊന്നും. 3000 സംതിങ്ങാ. ഡബിൾ വോൾ മഗ്ഗാണ്. ഓവൻ സേഫാണ്. ഓവനിൽ വെക്കാം അല്ലേ? നല്ല വെയിറ്റ്ലെസ്സാ. ബോറോസിലിക്ക് ഗ്ലാസ് ആണ്. ഇങ്ങനെ ഇരിക്കും ഒഴിച്ചു കഴിയുമ്പോൾ. ഓ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന പോലെ തോന്നും അല്ലേ? ചൂട് പുറത്തേക്ക് വരില്ല. ചൂട് പുറത്തേക്ക് വരില്ല. ഷെയ്ഡ് ഉണ്ടോ? ഉള്ളിലാണ് ചായ. ഇല്ല, ഓവൻ സേഫാ. ഓവൻ്റെ അടുത്ത് വയ്ക്കാം നമുക്ക്. ഗ്ലാസ് പൊട്ടിപ്പോകുന്ന താഴെ വില പൊട്ടും. കുക്ക് വയേഴ്സൊക്കെ ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കാം. ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ തുടങ്ങുമ്പോഴും മേടിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് എന്നാലും ഹസ്ബൻഡ് ഇതിന് വേണ്ടി എൻ്റെ ചാനലിന് വേണ്ടി ഒന്നും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ആൾക്കിതൊക്കെ എൻ്റെ ഒരു കുട്ടിക്കളിയായിട്ടാണ് തോന്നുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ഇതിനൊക്കെ. എന്തായാലും 3550 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ വെയിറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ ലുലുവിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഇനി ഭരണി അച്ചാറിടാം. അമ്മയ്ക്ക് അച്ചാറിടാൻ ഭരണി വേണോ? ഭരണി. എൻ്റെ ഫോണിന് എന്തോ ഒരു ബ്ലർ വന്നിട്ടുണ്ടോ? അത് എനിക്ക് മാത്രമാണോ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ ഒരുപാട് വർഷം പഴയ ഫോണാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണായിരുന്നു. ഹസ്ബൻഡ് പുതിയ ഫോൺ വാങ്ങിച്ചപ്പോൾ എനിക്ക് തന്നു. അങ്ങനെയാണല്ലോ നമുക്ക് ബ്രദേഴ്സ് ആണെങ്കിലും മൂത്ത ആൾ യൂസ് ചെയ്തത് ഇളയ ആൾക്ക് കിട്ടും. ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ എല്ലാം വൈഫിന് കിട്ടും. അങ്ങനെയാണ്. നമുക്കങ്ങനെ പുതിയതൊന്നും കിട്ടില്ലല്ലോ. എന്നാലും നമുക്ക് എടുക്കാനൊരു ഫോൺ ഉണ്ടല്ലോ. അതിന് എൻ്റെ iPhone 6s ആയിരുന്നു, അത് പോയി. പിന്നെ എനിക്കിപ്പോൾ ഐഫോണിൻ്റെ അടുത്ത് വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സൊക്കെ വളരെ കുറവാണ്. അതിൽ നല്ലത് ആൻഡ്രോയിഡാണ്. ഓവൻ വീട്ടിലുണ്ട്. സത്യം പറഞ്ഞാൽ കേക്കൊക്കെ ഉണ്ടാക്കാമായിരുന്നു, പക്ഷേ ചെയ്ത് അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഇത്രയും നമ്മളൊരു 1000 രൂപയിലും കൊടുത്തിട്ട് അല്ലെങ്കിൽ 2000 രൂപയിലും കൊടുത്തിട്ട് അതിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് വെറുതെ വേസ്റ്റാക്കി കളയണോ എന്നൊരു തോട്ടാണ് എനിക്ക്. മിക്സി, പിന്നെ കുക്കറുകൾ, പെട്ടെന്ന് കാണാം. കുട്ടീനെ ഇപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് അവർ റെഡി ആക്കിയിട്ടുണ്ടാവും. ഇത് സ്പ്രേ ആണോ ചേച്ചി? അല്ലല്ല, അത് സോപ്പ് ഡിസ്പെൻസർ. സോപ്പ് ഡിസ്പെൻസർ, സോപ്പ് ഡിഷ്, കട്ട്ലറി ഹോൾഡർ. നല്ല രസമുണ്ട്. 190 ഓഫറിലായിരുന്നു. ഇതിലെങ്ങനെയാ ചേച്ചി സോപ്പ് ഇടുന്നത്? സോപ്പല്ല, കട്ട്ലറി ഹോൾഡർ. നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാൻ ഈ ബ്രഷ് അങ്ങനത്തെ സാധനങ്ങൾ, നൈഫ്, ഫോർക്ക് അങ്ങനെയുള്ള. അല്ല, ഗ്ലാസ് അല്ല, അക്രിലിക് ആണ്. താഴെ വീണ പൊട്ടിയല്ലേ? നമ്മൾ സൂക്ഷിക്കണം. അമ്മ ഭയങ്കര തഗ്ഗാണ് എവിടെ ചെന്നാലും അങ്ങനെ. ഇതെന്താ ചേച്ചി? ഇത് സോൾട്ട് ആൻഡ് പെപ്പർ. കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടേക്കും. പക്ഷേ ഒരു കാര്യമുണ്ടേ, പക്ഷേ ഞാൻ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് കുറവുണ്ട്. കാരണം അവിടെ ഇരിക്കുന്ന പാത്രത്തിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഈ സാധനം നമ്മൾ ലുലുവിലൊക്കെ ചെന്ന് വാങ്ങിക്കണമെങ്കിൽ നല്ല എമൗണ്ട് വരും. റേറ്റ് നല്ല റേറ്റ് ആട്ടോ ഇട്ടിരിക്കുന്നത് എല്ലാം പ്രോഡക്റ്റിനെല്ലാം. ഒത്തിരി റേറ്റ് കൂടുതലല്ല.
ഇതൊക്കെ എന്ന് വെച്ചാൽ ഓവൻ സേഫാണ്. ആ ആ ആ കുക്ക് ചെയ്യാൻ സെർവ് ചെയ്യാം. ആ ഹാ ഹാ ഇങ്ങനത്തെ ഐറ്റംസ്. ഇത് ജ്യൂസ് ടാങ്ക്. ആ നല്ല രസമുണ്ടല്ലേ അമ്മേ. ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ അത് എയർ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ല ഇതിവിടെ ഓപ്പൺ ചെയ്യാൻ പൈപ്പ് വഴി. ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്ലാസ് വെച്ചിട്ട് ജ്യൂസ്. അതിൻ്റെ ചെറുതാണിത്. ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരും ചേച്ചി ഈ ചെറുതിനൊക്കെ? ഞാൻ ചോദിക്കട്ടെ, 2038. അല്ലേ ഇത് ജ്യൂസിന്റെ കഷ്ണങ്ങൾ ഇതിനകത്ത് ഇട്ടു? ഇല്ലില്ല, ജ്യൂസ് ലിക്വിഡ് ആയിട്ട്. അതെടുത്ത് വെക്കാം നമുക്ക് ഗ്ലാസ്സിൽ. നമുക്ക് ആവശ്യമില്ല ഇത്. അല്ല നല്ല ഭംഗി ഉണ്ടാവും കാണുമ്പോൾ. ജ്യൂസ് അടിക്കുന്ന ജ്യൂസർ ഉണ്ടല്ലോ നമുക്കുണ്ടല്ലോ. അത് മറ്റേ ഇതൊക്കെ ഓവൻ സേഫ് ആട്ടോ. ഇതൊക്കെ ആണെങ്കിൽ ബാർ സെറ്റ് ആണ്. ഈ ബോക്സിൽ വരുന്നതാണ് ബാർ സെറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഐറ്റംസ്. ഇത് നമ്പർ ലോക്കാണ്. എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ലിക്വിഡ് ഒക്കെ ആണെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാം. അല്ല ഇതുണ്ട്. ഈ കള്ള് കുടിക്കില്ലേ? ഫ്ലാസ്ക് വരുന്നു. കോക്ടെയിൽ ഷേക്ക്. ഇതിനൊക്കെ എന്തുവരെ മെഷർ ഇതിന് 3200 വരും. 6 ഗ്ലാസ്. ഇത് ലാഭം അത്. ടോങ്, കോക്ടെയിൽ ഷേക്കർ എല്ലാം കൂടി. എനിക്ക് കൊച്ചിന് കളിക്കാൻ കൊടുക്കാൻ ആനേനെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു ആന എടുത്തിട്ടുണ്ട്. കുറേ ആനകളുണ്ട്. നമ്മളിവിടെ നിന്ന് ആന എടുത്തത്. ഇതിനൊക്കെ പ്രൈസൊക്കെ നല്ല പ്രൈസ്. ഇതിന് 600 സംതിങ് ഉള്ളൂ കേട്ടോ. ഞാൻ നോർമലി അവർക്കൊരു സാധാ പാവ പോലത്തെ ഒരു ആനേനെ വാങ്ങിച്ചതിന് 1000 രൂപ മുകളിലായി. നമ്മളിപ്പോൾ വാങ്ങിച്ചതിന് ഇത്രയും വലിയൊരു ആനയ്ക്ക് 1200 രൂപയേ ഉള്ളൂ. നമുക്ക് ചോദിക്കാം ചേച്ചിയുടെ അടുത്ത് മെറ്റീരിയൽ എന്താണെന്നൊക്കെ ചോദിക്കാം. അവസ്ഥപിതാവാ? അവസ്ഥപിതാവിന് 1300 രൂപ. നല്ല ലാഭമാണ്. നമ്മൾ അവിടെയാണ് എത്ര പൈസ അതോടെ സുനിയാളിൻ്റെ പള്ളിയിൽ നല്ല പൈസ. നിങ്ങളെല്ലാം ഇവിടെ അടുത്തുള്ള ആൾക്കാർ 3000 പറഞ്ഞു. അടുത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്ക് കേട്ടോ. വരുമ്പോൾ പറഞ്ഞേക്കണം എൻ്റെ വ്ളോഗ് കണ്ടിട്ടാണ് വന്നേന്ന് കേട്ടോ. ഒരു കൊച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് എൻ്റെ പേരും അറിയില്ല, എനിക്ക് ആ ചേച്ചീനെ അറിയില്ല. അപ്പോൾ ഒരു കൊച്ചിൻ്റെ വ്ളോഗ് കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ മതി. ശരി എന്നാൽ ഓക്കെ. അവിടെ ചേട്ടൻ കൊച്ചിൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുക, വയ്യോ വയ്യോ എന്ന് പറഞ്ഞിട്ട്. ഇറങ്ങട്ടെ. ദാ ഇവിടെ കുറേ ക്രിസ്റ്റൽസിൻ്റെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ദാ പുതിയ വീടൊക്കെ വെക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും. ഒരുപാട് ക്രിസ്റ്റൽസിൻ്റെ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നോടിച്ച് കാണിക്കാം. ഇതുണ്ടാവും വൈനൊക്കെ കുടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ഗ്ലാസ്സുകൾ, ബിയർ ഗ്ലാസ്സുകൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് വന്ന് നോക്കിട്ടോ. പാല ദർശന ഓപ്റ്റിക്കൽസിൽ വന്നാണ്. എൻ്റെ ഒരു ലെൻസിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട്, വരാൻ പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പവർ കിട്ടാൻ കുറച്ച് പാടാണല്ലേ? എൻ്റെ പവർ കണ്ണൊക്കെ അടിച്ചു പോയി. നല്ല പവറുണ്ട്. രണ്ട് പവറല്ലേ? ഇത് ലെഫ്റ്റും റൈറ്റും ഒന്ന് എഴുതി തന്നേക്ക്. ബോക്സിലെ ഒന്ന് എഴുതി തന്നേക്കാം. വെക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മാറിപ്പോകും. ഇവിടെ ഒത്തിരി സൺഗ്ലാസസ് ഒക്കെ ഉണ്ട്. ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ഞങ്ങളിത് ഓർഡർ ചെയ്യാൻ വന്നപ്പോൾ ഇവിടുന്ന് സൺഗ്ലാസസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ടൈപ്പ്. അന്ന് ഞങ്ങൾ എടുത്തത് ഈ ടൈപ്പ് സൺഗ്ലാസസ്. ഒരു ദിവസം വെക്കണമുണ്ട്, പിന്നെ വെച്ചൊന്നും കണ്ടില്ല ആള്. അമ്മ വന്നിട്ടുണ്ട്. കുഞ്ഞിപ്പിൻ്റെ മുടിയൊക്കെ വെട്ടിയത് കാണിച്ചേ. സൂപ്പറായിട്ടുണ്ട് മുടി വെട്ടിയത്. കാണിച്ചേ, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബാലൻസ് എമൗണ്ടോട് പേ ചെയ്യട്ടെ. ഞങ്ങൾ റിലയൻസിൽ വന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹസ്ബൻഡ് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ആൾ സമ്മതിക്കില്ല. ഞാൻ കാണാതെയാണ് വീഡിയോ എടുക്കുന്നത്. അമ്മയും കൊച്ചും ചേട്ടൻ്റെ കൂടെ ഉണ്ട്. ഞാൻ പതുക്കെ നൈസായിട്ട് ഇങ്ങോട്ട് മുങ്ങിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അവരൊക്കെ എവിടെ പോയി വാങ്ങും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വത്സാൻറ്റി വന്ന ടൈമിൽ. അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
കാരണം വത്സാൻ്റിന് ഞാൻ എല്ലാ സാധനവും ഇങ്ങനെ കാണിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു. അതെ, അമ്മയും മകളും വന്നു. രണ്ടുപേരെയും കണ്ടു കിട്ടിയിട്ടുണ്ട്. അമ്മ കിട്ടിയ കുഞ്ഞിനെ ഇതിൻ്റെ അകത്ത് ഓഫർ ഉണ്ടാവില്ലായിരിക്കും അമ്മേ? മറ്റേ ആ ഫ്രണ്ടിലില്ലേ അല്ലേ? സാധാരണ കൊച്ചിന് മിച്ചറൊക്കെ വാങ്ങി നോക്കുമായിരുന്നു. അപ്പം മിച്ചർ ഓഫറിൽ വലിയ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവുന്നതാ. അതില്ല ഇവിടെ ഇതുപോലത്തെ മേടിച്ചാണ് കുട്ടി. അതിൻ്റെ നോക്കട്ടെ, അത് തീർന്നാണോ? നോക്കട്ടെ. ഇല്ല ഇല്ല, ഇത് വലുതാ. ഇത് 133 രൂപ വലുത്. അമ്മമ്മ തരാം കേട്ടോ, കുഞ്ഞിനെ എടുത്ത് തരാം. നോക്കട്ടെ. എല്ലാവർക്കും പേടിയാ ചേട്ടൻ സമ്മതിക്കില്ല വീഡിയോ എടുക്കാനൊന്നും. അയ്യോ, അവിടെ നിൽപ്പുണ്ട് ആൾ. അപ്പോൾ ആള് കാണാതെ എങ്ങോട്ടെങ്കിലും പോവാം. ഞാൻ നോക്കട്ടെ. അവർക്ക് കൊച്ചിനെ ഇത് ചിപ്സ് അല്ലേ മേ? പിക്ചറില്ലല്ലോ. ഉണ്ടോ? കാഡ്ബറീസ് വലിയ പാക്കറ്റ്. ഇതൊക്കെ നമുക്ക് ആര് വാങ്ങിത്തരാനല്ലേ? വല്ല പഠിക്കുന്ന ടൈമിൽ വല്ല കാമുകനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങി തന്നേനെ. പക്ഷെ അതും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പഠിച്ച ഫുള്ള് വുമൻസിലാണ്. 201 രൂപയ്ക്ക് ലാഭമാണെന്ന് തോന്നുന്നു. ചിപ്സ് ഞാനും അമ്മയും തന്നെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടത്തിനെല്ലാം വാങ്ങിക്കാൻ പറ്റും. അവർ വാങ്ങിക്കാത്തവരെ എല്ലാം പറയാൻ പറ്റില്ല. അത് എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല കേട്ടോ, എല്ലാ ആണുങ്ങൾക്കും അങ്ങനെയാ. നമ്മളെ എവിടെയെങ്കിലും ഷോപ്പിംഗ് മാളിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് പേടിയാ. വേറെ ഒന്നും കൊണ്ടല്ലോ, നമ്മൾ കൈ കിട്ടുന്നൊക്കെ എടുക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പം ശരി, ഓക്കെ. ഞങ്ങൾ റിലയൻസിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിയുള്ളൂ. കാരണം ലാസ്റ്റ് വീക്കിൽ കുറേ സാധനം വാങ്ങിയായിരുന്നു വീട്ടിലേക്കുള്ളതൊക്കെ. സ്ട്രോബെറി വാങ്ങി, പിന്നെ കുട്ടിക്ക് ഈ സ്ട്രോബെറിയും ഗ്രേപ്പൊക്കെ കുട്ടിക്ക് വാങ്ങിയതാണ്. പിന്നെ മിക്സർ, പിന്നെ ഓറഞ്ച് ഒന്നും ഈ വർഷം നല്ല ഓറഞ്ച് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. എല്ലാത്തിനും പുള്ളിയായിരുന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങി, കുറച്ച് വെജിറ്റബിൾ, അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയുള്ളൂ. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. ഞങ്ങളൊരു 5:30 ആയപ്പം വന്നതാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ ഇതാ കൊതുകിനെ കൊല്ല ഇവിടെ. അപ്പോൾ 5:30 ആയപ്പം വന്നു കഴിഞ്ഞിട്ട് ഇവള് ചേട്ടൻ്റെ കൂടെ ചിക്കൻ വാങ്ങിക്കാൻ പോയി. ആ ടൈമിൽ ഞാൻ പഠിക്കാനിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാൻ കഴിഞ്ഞത്. ആ സമയം ഇപ്പോൾ 9:30 ആയി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ചപ്പാത്തിയും ചിക്കനുമാണ്. ചിക്കൻ കറിയുണ്ട്, ചിക്കൻ ഗ്രില്ല് ചെയ്തതുകൊണ്ട്. ഇതാണ് ചിക്കൻ കറി. ഇതാ ചിക്കൻ ഓവനിൽ വെച്ചിട്ട് ഞങ്ങൾ ഗ്രില്ല് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എന്താ ചപ്പാത്തിയും കുറച്ച് സലാഡും ചിക്കൻ ഗ്രില്ല് ചെയ്താണ് കഴിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.